കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ യുവതി കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ശരീര മരവിപ്പും വേദനയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്കെത്തിയ പേരാമ്പ്ര കുത്താളി സ്വദേശി രജനി മരിച്ച സംഭവത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30-ക്കാണ് യുവതി മരണത്തിന് കീഴടങ്ങിയത്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് കേസെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവംബർ 4-നാണ് രജനിയെ ആശുപത്രി പ്രവേശിപ്പിച്ചത്. നവംബർ 19-ന് യുവതി മരിച്ചു. രോഗനിർണയം നടത്തിയില്ലെന്നാണ് പരാതി. കൃത്യമായ ചികിത്സ കിട്ടാതെയാണ് രജനിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പിനും ആശുപത്രി സൂപ്രണ്ടിനും പേരാമ്പ്ര പോലീസിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂറോ വിഭാഗത്തിലെ ചികിത്സ ലഭിക്കാൻ വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ പരാതിയിൽ അന്വേഷണത്തിനായി സൂപ്രണ്ട് 3-അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെന്നും എന്നാൽ കൃത്യമായ മറുപടിയോ ചികിത്സയോ കിട്ടിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ഗില്ലെൻ ബാരി സിൻഡ്രോം എന്ന ഗുരുതര രോഗമാണ് രജനിക്കുണ്ടായിരുന്നതെന്നും എന്നാൽ മനോരോഗ ചികിത്സയാണ് രജനിക്ക് നൽകിയതെന്നും ഭർത്താവ് ഗിരീഷ് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം രോഗം കണ്ടുപിടിച്ചപ്പോൾ ന്യൂമോണിയ ബാധിക്കുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. 3 കുട്ടികളുടെ അമ്മയാണ് രജനി. അതേസമയം സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി BJP പ്രതിഷേധം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായാണ് കുടുംബം BJPയും പ്രതിഷേധിച്ചത്. പിന്നീട് ചികിത്സാ പിഴവിന് ആരോപണം അന്വേഷിക്കാമെന്ന് സൂപ്രണ്ട് സമ്മതിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ചികിത്സാ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് DMAക്ക് കൈമാറിയതായും സൂപ്രണ്ട് അറിയിച്ചു. കല്ലാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയ രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. നവംബർ 4-ന് വൈകിട്ടോടെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയ രജനിക്ക് മരുന്നുകൾ നൽകി തിരിച്ചയച്ചു. അന്ന് രാത്രി രോഗം മൂർച്ഛിച്ച രജനിയെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചില്ലെന്നാണ് ആരോപണം. 3 ദിവസം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ രജനിയെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കി. കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ വേദന കൂടി രോഗി ബഹളം വെച്ചതോടെ സൈക്കാട്രി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് രജനിയെ പരിശോധിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിനിടെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ രജനിയെ ന്യൂറോ വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യുകയും 7-ാം തീയതി ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഇവിടെ വെച്ച് ആരോഗ്യസ്ഥിതി വഷളായതോടെ ICUയിലേക്ക് മാറ്റി. വെന്റിലേറ്റർ സഹായത്തോടെ കഴിയവേ ചൊവ്വാഴ്ച പുലർച്ചെയാണ് രജനി മരിക്കുന്നത്.